തൊഴിലാളികൾ പാർക്കുന്നതായ ഒരു പ്രദേശമാണ് ഈ ഗലീല പട്ടണം എന്ന് പറയുന്നത്. ഒരിക്കൽ ശലോമോൻ രാജാവ് സോർ രാജാവായിരിക്കുന്ന ഹിരാമിന് സമ്മാനമായിട്ട് ഈ പ്രദേശം കൊടുക്കുവാനിടയാണ്. സോർ രാജാവായിരിക്കുന്ന ഹിരാം ഈ സമ്മാനം കിട്ടിയതായ ദേശം കാണുവാൻ വേണ്ടി അവിടേക്ക് വന്നു. അവിടെ കടന്നു വന്ന ദേശമല്ല, ഒരു പർവ്വതങ്ങൾ നിറയപ്പെട്ടതായ, കുന്നുകളാൽ നിറഞ്ഞിരിക്കുന്നതായ, പാറകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു പ്രദേശമായിരുന്നു ഈ പ്രദേശം, ഗലീല പ്രദേശം. സോർ രാജാവായിരിക്കുന്ന ഹിരാമിനെ കണ്ടിട്ട് ശലോമോനോട് പറയുന്നത്, അല്ലയോ സഹോദരാ, നീ എന്താണ് ചെയ്തിരിക്കുന്നത്? ഇത് കാബൂൾ എന്ന് താൻ വിളിക്കുവാനിടയായി. കാബൂൾ എന്ന് പറഞ്ഞാൽ ഗുഡ് ഫോർ നത്തിങ്, ഒന്നിനും കൊള്ളാത്തായ സ്ഥലം. ഈ ഒന്നിനും കൊള്ളാത്തായ സ്ഥലമാണോ നീ എനിക്ക് തന്നതെന്ന് അവൻ പരിഭവം പറയുവാനിടയായി. എന്നിട്ട് മടങ്ങിപ്പോയി. അന്ന് മുതൽ ഇന്ന് വരെയും കാബൂൾ എന്ന പേരെന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ ഒന്നിനും കൊള്ളാത്ത ഒരു സ്ഥലമായിരുന്നു ഈ ഗലീല പ്രദേശം എന്ന് പറയുന്നത്. അവിടെ വളരെ സാധാരണക്കാരായ മുക്കുവന്മാർ അവൻ ഇടതിരുന്ന് പാർക്കുന്നതായ ഒരു സ്ഥലമായിരുന്നു. തൊഴിലാളികളുടെ വാസസ്ഥലമായിരുന്നു ഗലീല പട്ടണം. വളരെ സമൂഹത്തിൽ താണതായ ജനങ്ങൾ, പൂറായിരിക്കുന്ന, സാധുക്കളായിരിക്കുന്ന, ദരിദ്രന്മാർ തിങ്ങിപ്പാർക്കുന്നതായ ഒരു പട്ടണമായിരുന്നു ഇത്. അങ്ങനെയുള്ളതായ ഒരു പട്ടണത്തിൽ, ഗലീല പട്ടണത്തിലേക്കാണ് യേശു കർത്താവ് കടന്നു വന്ന് തന്റെ ശുശ്രൂഷയെ ആരംഭിക്കുവാനിടയായത്. ഉന്നതമാർ ചിങ്ങിപ്പാർക്കുന്ന പട്ടണങ്ങളിലേക്ക് അവൻ കർത്താവ് പോയില്ല. അവൻ പ്രൈഡോടുകൂടെ ഞങ്ങൾ ജ്ഞാനികളാണ്, ഞങ്ങൾ സമ്പന്നന്മാരാണ്, ഞങ്ങൾക്ക് എല്ലാം തികഞ്ഞവരാണെന്ന് അഹങ്കരിക്കുന്നതായ ജ്ഞാനികൾ ചിങ്ങിപ്പാർക്കുന്ന പട്ടണങ്ങളിലേക്ക് യേശു കർത്താവ് കടന്നു പോയില്ല. മറിച്ച് കർത്താവ് ശുശ്രൂഷിപ്പാനായി തിരഞ്ഞെടുത്തത് ഗലീല പ്രദേശങ്ങളാണ്, ദരിദ്രന്മാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം. അതുകൊണ്ട് തന്നെ അവർ കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ അത് വളരെ താല്പര്യത്തോടുകൂടെ അംഗീകരിപ്പാനിടയായി. കേൾക്കുന്നതായ വചനങ്ങൾ വളരെ സന്തോഷത്തോടുകൂടെ അവർ സ്വീകരിക്കുവാൻ ഇടയായെങ്കിൽ അവൻ ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ അവൻ കർത്താവിന്റെ ആത്മാവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് അവൻ യേശു കർത്താവ് വിളിച്ചു പറയുമ്പോൾ ആ പ്രവചനം ഗലീല പ്രദേശങ്ങളിൽ കർത്താവ് ശുശ്രൂഷിക്കുമ്പോൾ നിറവേറുവാൻ ഇടയായി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ മേൽ വ്യാപരിച്ചതായ ആത്മാവ് അവൻ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ആത്മാവാണ്. അവൻ കൗൺസിലിംഗിന്റെ ആത്മാവാണ്, ശക്തിയുടെ ആത്മാവാണ്, പരിജ്ഞാനത്തിന്റെ ആത്മാവാണ്, യഹോവ ഭക്തിയുടെ ആത്മാവാണ്. ദൈവം പറയുന്നു യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അപ്പോൾ യഹോവ ഭക്തി ഉണ്ടെങ്കിൽ ജ്ഞാനം ഉണ്ടാകുന്നു, നോളജ് ഉണ്ടാകുന്നു. ഈ അറിവുണ്ടാകുമ്പോൾ നമുക്ക് ആലോചനയുടെയും ശക്തിയുടെയും ആത്മാവിനെ ലഭിക്കുന്നു. ദൈവത്തിന്റെ ആലോചനയാൽ അവൻ നമ്മളെ ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കൗൺസിലറായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആലോചനകൾ കേട്ട് ദൈവാത്മാവിന് വിധേയപ്പെട്ട് നടക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാകുന്നു? പരിജ്ഞാനം ഉണ്ടാകുന്നു, അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാകുന്നു. അത് പരിജ്ഞാനം എന്തിലേക്ക് നയിക്കുന്നു? ജ്ഞാനത്തിലേക്ക് നടത്തുന്നു. അപ്പോൾ കർത്താവിന്റെ മേൽ വ്യാപരിച്ച ആത്മാവ് യഹോവ ഭക്തിയുടെ ആത്മാവാണ്, പരിജ്ഞാനത്തിന്റെ ആത്മാവാണ്, ജ്ഞാനത്തിന്റെ ആത്മാവാണ്. ഈ ആത്മാവിനാലാണ് എന്ത് ചെയ്തത്? യേശു കർത്താവ് ശുശ്രൂഷിപ്പാനിടയായത്. അതുകൊണ്ട് തന്റെ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ അവൻ താൻ വലിയ ഒരു കോലാഹലമൊന്നും ഉണ്ടാക്കിയല്ല ശുശ്രൂഷിച്ചത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഒരു വലിയ ശുശ്രൂഷ വെളിപ്പെടണമെന്ന് തീരുമാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്തൊക്കെ അവന് കൈ വീശുമ്പോൾ പുറകിലേക്ക് മറിഞ്ഞു വീഴുന്ന അനുഭവങ്ങൾ ഉണ്ടാകണം. വലിയ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാകണം. മ്യൂസിക്കിൻ്റെതായ അകമ്പടികൾ ഉണ്ടാകണം. ഇങ്ങനെയെങ്കിൽ മാത്രമേ വലിയ ശക്തമായ ശുശ്രൂഷ വെളിപ്പെടുകയുള്ളൂ എന്നാണ് നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ. എന്നാൽ യേശു കർത്താവ് ശാന്തമായി അവൻ ഗലീല പട്ടണത്തിൽ കൂടെ സഞ്ചരിച്ച് കടന്നു പോകുമ്പോൾ അവൻ നോക്കുമ്പോൾ ഭൂതങ്ങൾ അലറിയോടുവാനിടയായി. അവൻ കൽപ്പിക്കുമ്പോൾ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. അവൻ
സംസാരിക്കുന്ന വേളയിൽ തന്നെ അവൻ അത്ഭുതങ്ങൾ സംഭവിക്കുവാനിടയായി. അവൻ നടന്നു പോകുമ്പോൾ, ശാന്തമായി നടന്നു പോകുമ്പോൾ, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ രോഗികൾ സൗഖ്യമാകുവാനിടയായി. അത്ഭുതകരമായ ദൈവാത്മാവിന്റെ ശക്തി അവനിൽ കൂടെ വ്യാപരിപ്പാനിടയായെങ്കിൽ അവൻ കർത്താവ് വലിയ ആഡംബരങ്ങളും ബഹളങ്ങളും ഒന്നും ചെയ്തില്ല. അവന്റെ വാക്കിനാൽ അത്ഭുതങ്ങൾ സംഭവിച്ചു. അവന്റെ പ്രവൃത്തിയാൽ അവൻ ദൈവ പ്രവൃത്തി അവന്റെ മധ്യത്തിൽ വെളിപ്പെടുവാനിടയായി. Praise the Lord. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. അവൻ യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. Praise the Lord. മഴമേഘങ്ങൾ, ഹല്ലേലൂയ, അവൻ വെള്ളമില്ലാത്ത മേഘങ്ങളായിട്ട് ഇരിക്കുന്ന അനുഭവം അവൻ വിശ്വാസിയുടെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വെള്ളമില്ലാത്ത മേഘങ്ങൾ പോലെയാണ്. ഹല്ലേലൂയ. ക്ലൗഡ് വിത്തൗട്ട് വാട്ടർ. അവൻ ഹല്ലേലൂയ വെള്ളമില്ലാത്ത മേഘങ്ങൾ പോലെയാണ് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മഴമേഘങ്ങൾ കടന്നു പോകുമ്പോൾ അതിന്റെ മേൽ കാറ്റടിക്കുമ്പോൾ തണുത്തിട്ട് വെള്ളമുള്ളതുകൊണ്ട് അത് മഴയായിട്ട് ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കാറ്റിൽ പാറി നടക്കുന്ന വെള്ളമില്ലാത്ത മേഘങ്ങളുണ്ട്. അത് കാറ്റടിക്കുമ്പോൾ ചിതറി അതിലെല്ലാം മാറിപ്പോകുന്നു. അതുകൊണ്ട് മഴ ലഭിക്കുന്നില്ല. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം എങ്ങനെയാണ്? വെള്ളമില്ലാത്ത മേഘങ്ങൾ പോലെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് പ്രവൃത്തി ഉണ്ടെങ്കിൽ മാത്രമേ അതുകൊണ്ട് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുകയുള്ളൂ. ഭൂമിയിൽ മഴ പെയ്തിറങ്ങിയെങ്കിൽ മാത്രമേ അവൻ വരണ്ട നിലങ്ങൾ അവൻ വേർമുളച്ച് പച്ചയായ അനുഭവങ്ങളെ നൽകുവാൻ സാധ്യമായി തീരുകയുള്ളൂ. ഹല്ലേലൂയ. അഭിഷേകത്തിൽ ജീവിക്കുന്നതായ ദൈവത്തിന്റെ പൈതൽ ഹല്ലേലൂയ മഴമേഘങ്ങൾ പോലെയാണ്. അവർ കടന്നു ചെല്ലുന്ന മണ്ഡലങ്ങളിൽ ദൈവാത്മാവിന്റെ സാന്നിധ്യമായ കാറ്റ് വീശുമ്പോൾ അത് മഴയായി പെയ്തിറങ്ങും. അവിടെ വരണ്ട നിലങ്ങൾക്ക് അവൻ പച്ചയായ അനുഭവങ്ങള്, സമൃദ്ധമായ അനുഭവങ്ങള് നൽകുവാൻ സാധ്യമാകുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് മകൾ ദൈവാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പൈതല്, നീ കടന്നു പോകുന്ന മണ്ഡലങ്ങളിൽ വരണ്ട നിലങ്ങൾ വേർമുളയ്ക്കുവാനിടയാകും. പച്ചയായ അനുഭവങ്ങൾ നൽകുവാൻ ഇടയാകും. സമൃദ്ധമായ അനുഭവങ്ങള് നൽകുവാൻ തക്കവണ്ണം നദി പോലെ മഴ പെയ്തിറങ്ങത്തക്ക നിലയിൽ ആ ആത്മസാന്നിധ്യം വ്യാപരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവരുടെ പകരപ്പെടുന്നതായ ദൈവമക്കൾക്ക് സാധ്യമായി തീരുകയാണ്. ഹല്ലേലൂയ. ആത്മാവ് അഭിഷേകം ഉണ്ടായിരുന്നു. അവൻ കടന്നുപോയ മണ്ഡലങ്ങളിലൊക്കെ അവൻ ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ടു വരുവാനിടയായി. കൂട്ടങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് അവൻ അതിനെ കാണിച്ചുകൊണ്ടല്ല കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തത്. താൻ ശാന്തമായി പോയിടങ്ങളിലൊക്കെ അത്ഭുതങ്ങൾ നടക്കുവാനിടയായി. കാരണം തന്റെ മേലൊരു അഭിഷേകം ഉണ്ടായിരുന്നു. ഇടങ്ങളിലൊക്കെ ദൈവപ്രവൃത്തി നടന്നു. ഹല്ലേലൂയ. അവർ നടന്നു പോകുന്ന മണ്ഡലങ്ങളിൽ അവൻ വഴിയരികെ അവിടെ നിഴൽ തട്ടിയിട്ട് രോഗികൾ സൗഖ്യമായി. ഹല്ലേലൂയ. വലിയ ദൈവപ്രവൃത്തികൾ സംഭവിക്കാനിടയായെങ്കിൽ അവരാരെയും ഹല്ലേലൂയ ഊതി വീഴ്ചയില്ല, തള്ളിയിട്ടില്ല. അവൻ അങ്ങനെയുള്ളതായ ഇന്ന് കാണുന്നതായ യാന്ത്രികമായ പ്രവൃത്തികളും അവർ ചെയ്തില്ല. യേശു കർത്താവ് ചെയ്തില്ല, അപ്പോസ്തലന്മാർ ചെയ്തില്ല. അവർ വചനം പ്രസംഗിച്ചു, അവർ കടന്നുപോയി, അവൻ ഹല്ലേലൂയ കൽപ്പിച്ചു, സൗഖ്യമായി. അവർ നോക്കി, അവൻ വിടുതൽ പ്രാപിച്ചു. അവർ ഭൂതങ്ങൾ അലറിയോടുവാനിടയായി. അവരുടെ വ്യാപരിച്ച അഭിഷേകം അവരിൽ നിന്ന് പുറത്തേക്ക് വ്യാപരിപ്പാനിടയായപ്പോൾ ദൈവപ്രവൃത്തി അവിടെ സംഭവിക്കുവാനിടയായി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവൻ യേശു കർത്താവിന്റെ മേൽ വ്യാപരിച്ച ആത്മാവ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ അവന്റെ മേൽ ഇറങ്ങി വന്ന് അധിവസിക്കുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഇറങ്ങി വന്ന് അവനെ വസിപ്പാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന് നിറയുക മാത്രമല്ല, അത് നമ്മുടെ ഉള്ളിൽ വസിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വസിച്ചെങ്കിൽ മാത്രമേ അവൻ ഹല്ലേലൂയ അതിന്റെ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. യേശു കർത്താവിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് അവന്റെ മേൽ അധിവസിച്ചതുകൊണ്ട് ആത്മാവിന്റെ ഫലം അവനിൽ നിന്ന് പുറപ്പെട്ടു വന്നു. അവൻ കടന്നു പോകുന്ന മണ്ഡലങ്ങളിലൊക്കെ ദൈവപ്രവൃത്തികൾ സംഭവിക്കാനിടയായി. ഹല്ലേലൂയ. അവൻ ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ് അവന്റെ മേൽ വ്യാപരിച്ചു. യെശയ്യാവ് അവൻ 11-ാം അധ്യായം 2 താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 3-4 വാക്യങ്ങളിൽ യെശയ്യാപ്രവചനം 11-ാം അധ്യായം 3-4 വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ ഈ ആത്മാവ് യേശു ക്രിസ്തുവിന്റെ മേൽ അധിവസിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദരിദ്രന്മാർക്ക് വിടുതൽ ഉണ്ടാകുവാനിടയായി. ഹല്ലേലൂയ. അവൻ കണ്ണുകൊണ്ട് കാണുന്ന പോലെ
അവൻ വിധിക്കുകയില്ല. ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ അവൻ ന്യായവിധി കൽപ്പിക്കുകയില്ല. ദരിദ്രന്മാർക്ക് അവൻ ന്യായത്തോടെ അവൻ വിധി കൽപ്പിക്കുന്നു. ഹല്ലേലൂയ. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാത്ത നിലയിൽ അവന്റെ കരം ഹല്ലേലൂയ അവർക്ക് അനുകൂലമായി വെളിപ്പെടുകയാണ്. യേശു കർത്താവിന്റെ മേൽ വ്യാപരിച്ച ആത്മാവ് മുഖവശം നോക്കാത്ത ആത്മാവായിരുന്നു. അവൻ സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താറ് അവർക്ക് നീതിയോടും ന്യായത്തോടും കൂടെ വിധി കൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവപ്രവൃത്തി കർത്താവിൽ കൂടെ വെളിപ്പെട്ടു വന്നു. അവൻ സ്തോത്രം. അങ്ങനെയെങ്കിൽ കേൾക്കുന്നത് പോലെയല്ല അവൻ വിധിച്ചത്. ഹല്ലേലൂയ. അവൻ ബോധ്യപ്പെടുന്നത് പോലെയാണ് കർത്താവ് വിധിപ്പാനിടയായി. ന്യായത്തോടും നീതിയോടും കൂടെ അവൻ വിധിക്കുവാനിടയായി. കണ്ണുകൊണ്ട് കാണുന്നത് പോലെയല്ല കർത്താവ് വിധിക്കുവാനിടയായത്. ഇന്നത്തെ ലോകം ഹല്ലേലൂയ മനുഷ്യൻ കാണുന്നത് പോലെ വിധികൾ കൽപ്പിക്കുകയാണ്. സാധുക്കളെ നോക്കിക്കൊണ്ട്, സമ്പന്നന്മാരെ നോക്കിക്കൊണ്ട്, സമ്പന്നന്മാരുടെ പക്ഷത്ത് ചേർന്നുകൊണ്ട് അവർക്ക് അനുകൂലമായ വിധികളെ അവൻ പുറപ്പെടുവിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ഇന്ന് അധിവസിക്കുന്നത്. അവൻ സമ്പത്തുള്ളവന് വേണ്ടി, പണമുള്ളവന് വേണ്ടി നീതിയെയും ന്യായത്തെയും മറിച്ചു കളയുന്ന ഒരു മണ്ഡലമാണ്. ആത്മീയ ഗോളത്തിലായാലും അവൻ ഭൗതിക ഗോളത്തിലായാലും നാം കണ്ടുവരുന്നത് അവൻ നീതിയോട് ന്യായത്തോട് വിധി കൽപ്പിക്കുവാൻ കഴിയാത്തതായ ന്യായാധിപന്മാര്. എന്നാൽ നമ്മുടെ കർത്താവിന്റെ വിധി അവൻ കാണുന്ന പോലെ ആയിരുന്നില്ല, കേൾക്കുന്നത് പോലെ ആയിരുന്നില്ല. അവൻ വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ജ്ഞാനത്തിന്റെ ആത്മാവുള്ളവൻ, വിവേചിക്കുവാനുള്ള ആത്മാവുള്ളവൻ, കൗൺസിലിംഗിന്റെ ആത്മാവ് അല്ലെങ്കിൽ ഉപദേശത്തിന്റെ ആത്മാവ് തന്റെ മേലുണ്ട്. ആത്മാവ് തനിക്ക് കൊടുക്കുന്നതായ ആലോചന പ്രകാരം കൃത്യമായി അവൻ വിവേചിച്ചറിഞ്ഞ് വ്യക്തികളെ മനസ്സിലാക്കി അവർക്ക് ന്യായവിധി കൽപ്പിക്കുന്നതായ ഒരു അഭിഷേകം യേശുക്രിസ്തുവിന്റെ മേലുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ചെയ്തൊക്കെ നീതിയോടും ന്യായത്തോടും കൂടെ ആയിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകരം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, അവൻ നീതിയും ന്യായവും അവൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അവൻ ഹല്ലേലൂയ നീതിയോടെ ന്യായം വിധിക്കുന്ന, നീതിയോടെ വിധി കൽപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്. അവന്റെ ആത്മാവ് ഹല്ലേലൂയ അവൻ നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ, അവൻ നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവന്റെ പ്രവൃത്തി ഹല്ലേലൂയ നീതിയോടും ന്യായത്തോടും കൂടെ ആയിരിക്കും. ഹല്ലേലൂയ. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത കർത്താവ്. ഹല്ലേലൂയ. അവൻ ദൈവത്തിന്റെ സ്തോത്രം. അവന്റെ മേൽ വ്യാപരിച്ച ആത്മാവ് അവൻ നീതിയോടും ന്യായത്തോടും കൂടെ പ്രവർത്തിക്കുവാൻ ഇടയായി. ഹല്ലേലൂയ. അവൻ ജനമെല്ലാം അവന്റെ ശബ്ദം കേട്ട് ആശ്ചര്യപ്പെടുകയാണ്. ഹല്ലേലൂയ. അവൻ സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് അവൻ കർത്താവിന്റെ പ്രവൃത്തിയെ പറ്റി, അവനിൽ കൂടെ വ്യാപരിച്ചതായ ദൈവ ശബ്ദത്തെ പറ്റി, അവനിൽ കൂടെ വ്യാപരിച്ചതായ വിടുതലിന്റെ പ്രവൃത്തിയെ പറ്റി അവൻ പ്രവാചകൻ ആത്മാവിൽ വിളിച്ചു പറയുന്ന ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? അവൻ പഴയ നിയമകാലഘട്ടങ്ങളിൽ ഇസ്രായേൽ ജനത്തിന് ജൂബിലി ആഘോഷിക്കുന്നതായ ഒരു അവൻ പ്രവണതയുണ്ടായിരുന്നു. എല്ലാ 50 വർഷങ്ങളിലും അവർ ജൂബിലി ആഘോഷിക്കുമായിരുന്നു. ഈ ജൂബിലി ആഘോഷിക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അവൻ ഈ സമയത്ത് ജൂബിലിയുടെ വർഷം വരുമ്പോൾ സ്വന്തം അവൻ 3 തരത്തിലുള്ളതായ അനുഭവങ്ങൾ അവർക്ക് ആ ദേശത്തുള്ളവർക്ക് അനുഭവിക്കുവാൻ കഴിയുമായിരുന്നു. അവരുടെ കടങ്ങളുള്ളതായ ജനങ്ങളുടെ കടമെല്ലാം വീട്ടി ലഭിക്കുവാനിടയാകെ ക്യാൻസൽ ആക്കി കളയുന്നു. അപ്പൊ കടമുള്ളവരുടെ കടമെല്ലാം ക്യാൻസൽ ചെയ്ത് കളയുന്നു. രണ്ടാമതായി നാളുകളായി അടിമകളായിരിക്കുന്നവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുവാനുള്ളതായ ഒരു ഇയറാണ്, വർഷമാണ് ജൂബിലി വർഷം. ഹല്ലേലൂയ. മൂന്നാമതായിട്ട് അവൻ ഏതെങ്കിലും കൊടുത്തു തീർക്കുവാനുള്ള കടമുണ്ടെങ്കിൽ അതിന്റെ പേരിൽ വസ്തുവകകൾ എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്യപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ആ വസ്തുവകകൾ ഉടമസ്ഥനിലേക്ക് അവൻ ഫ്രീ ആയിട്ട് മടക്കി ലഭിക്കുന്നതായ ഒരു വർഷമായിരുന്നു ജൂബിലി ഇയർ എന്ന് പറയുന്നത്. അവൻ നമ്മൾ വായിച്ചതായ വേദഭാഗത്തിൽ കർത്താവിന്റെ അവന്റെ പ്രസാദ വർഷം പ്രസവിക്കുവാൻ വേണ്ടി അവന്റെ ആത്മാവിന്റെ മേലുണ്ട് എന്ന് യേശു കർത്താവ് പറയുമ്പോൾ ഈ കർത്താവിന്റെ പ്രസാദ വർഷം എന്ന് പറയുന്നത് എന്താണ്? പഴയ നിയമ കാലഘട്ടത്തിൽ അവൻ ജൂബിലി ഇയർ ആണ്. എല്ലാ 50 വർഷങ്ങളിലും അവർ ആഘോഷിക്കുന്നതായ
ജൂബിലി ഇയറാണ് കർത്താവിന്റെ പ്രസാദ വർഷം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ യേശു കർത്താവ് പറയുകയാണ്, എന്റെ മേലൊരു ആത്മാവ് അവൻ വ്യാപരിക്കുന്നുണ്ട്, അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. അത് ബദ്ധന്മാരെ വിടുവിച്ചയപ്പാനുള്ള ഒരു ആത്മാവ് എന്റെ മേലുണ്ട്. അവൻ പീഡിതന്മാരെ സ്വന്തരാക്കി വിട്ടയപ്പാനുള്ള ഒരു ആത്മാവ് എന്റെ മേലുണ്ട്. ഹല്ലേലൂയ. സാധുക്കളോട് അവൻ ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാനുള്ള ഒരു ആത്മാവ് എന്റെ മേലുണ്ട്. അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കുവാനുള്ള ഒരു ആത്മാവ് എന്റെ മേലുണ്ട്. ഈ പ്രസാദ വർഷം എന്താണ്? അവൻ അടിമകളായിരിക്കുന്നവരെ സ്വന്തരായി വിട്ടയക്കുവാനുള്ള ഒരു അഭിഷേകം എന്റെ മേലുണ്ട്. ഹല്ലേലൂയ. കടത്തിലകപ്പെട്ട് കിടക്കുന്നതായ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ജനത്തെ അവൻ സ്വന്തരായി അതിനെ ക്യാൻസൽ ചെയ്തുകൊണ്ട്, അവരുടെ കടകളെ ക്യാൻസൽ ചെയ്തുകൊണ്ട് സ്വന്തരായി വിട്ടയപ്പാനുള്ള ഒരു ആത്മാവ് അവൻ എന്റെ മേലുണ്ട് എന്ന് യേശു കർത്താവ് ഡിക്ലെയർ ചെയ്യുകയാണ്. മാത്രമല്ല, ഏതെങ്കിലും അവകാശങ്ങൾ നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ അവകാശങ്ങളെ ഹല്ലേലൂയ നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനത്തിലേക്ക് മടക്കി ലഭിക്കുന്നതായ ഒരു അവൻ ആത്മാവ് എന്റെ മേൽ വ്യാപരിക്കുന്നുണ്ട് എന്ന് കർത്താവ് ആ സിനഗോഗിൽ നിന്നുകൊണ്ട് ഉറക്കെ പ്രഖ്യാപിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അവൻ റമദാൻ വർഷത്തിൽ അവൻ ആ മാസങ്ങളിൽ അവൻ ജയിലിൽ കിടക്കുന്നതായ വ്യക്തികളെ സ്വതന്ത്രരായിട്ട് വിട്ടയപ്പാനുണ്ട്. ഹല്ലേലൂയ. അവർ അബ്സ്കോണ്ടിംഗ് ആയി പോയിരിക്കുന്നവർ പിടിക്കപ്പെട്ട് ജയിലിൽ കിടക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ അവർ ചെയ്യുന്നതാണ് റമദാൻ മാസങ്ങളിൽ ഇവരെ സ്വതന്ത്രരായിട്ട് വിട്ടയക്കും. ഹല്ലേലൂയ. അങ്ങനെയുള്ള വർഷത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. പാസ്പോർട്ട് ഇല്ലാതെയും മറ്റേതെങ്കിലും അവൻ തെറ്റുകൾ ചെയ്യപ്പെട്ടവരൊക്കെ ഈ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്, നാട്ടിലേക്ക് മടങ്ങി പോകുവാൻ വേണ്ടി. അങ്ങനെ ആ മാസത്തിൽ അവരെ സ്വതന്ത്രരായി വിട്ടയക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ ഹല്ലേലൂയ യേശു കർത്താവ് പറയുകയാണ്, കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കുവാൻ വേണ്ടി അവനെ ആത്മാവിനാൽ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. എന്താണ് പ്രസാദ വർഷം? ഹല്ലേലൂയ. അടിമകളായി നൂറ്റാണ്ടുകളായി പാപത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്നവര് സ്വതന്ത്രരായി വിട്ടയക്കുവാൻ യേശു കർത്താവിനെ ദൈവം അഭിഷേകം ചെയ്ത് ഈ ഭൂമിയിലേക്ക് അയപ്പാനിടയായി. ഹല്ലേലൂയ. അവൻ കർത്താവിന്റെ മിഷൻ എന്താണ്? അടിമത്തത്തിൽ കിടക്കുന്നവരെ സ്വതന്ത്രരായി വിട്ടയക്കുക. പാപത്തിൻ്റെതായ കടത്തിൽ കിടക്കുന്നതായ പാപം ചെയ്തോ അതിന്റെ കടമായി അവൻ അടയ്ക്കുവാൻ കഴിയാതെ പാപത്തിന്റെ കടത്തിൽ കിടക്കുന്നവരെ ആ പാപത്തിൻ്റെതായ കടമെല്ലാം ക്യാൻസൽ ചെയ്തുകൊണ്ട് സ്വതന്ത്രമായി വിട്ടയപ്പാൻ യേശു കർത്താവ് അഭിഷേകത്തോടുകൂടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. അവകാശത്തെ പ്രാപിക്കുവാൻ കഴിയാതെ അവൻ സ്വർഗീയമായ ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയാതെ ശത്രുവായവൻ അവൻ ഒതുക്കി വെച്ചിരിക്കുന്ന മനുഷ്യനായ ആ അവകാശങ്ങളെല്ലാം മടക്കിയെടുത്തുകൊണ്ട് അവകാശങ്ങളെ ഓരോരുത്തർക്കും വ്യക്തിപരമായി കൊടുക്കുവാൻ വേണ്ടി യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ തന്റെ ദൗത്യത്തിന് വേണ്ടി ഇറങ്ങി വന്നു, അഭിഷേകം ചെയ്യപ്പെട്ട് ഇറങ്ങി വന്നു. താൻ ചെയ്ത ദൗത്യം എന്താണ്? എല്ലാവരുടെയും കടങ്ങളെ അവൻ ക്യാൻസൽ ചെയ്തു. ഇനി നമുക്ക് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ കടമില്ല. പ്രൈസ് ദി ലോർഡ്. പാപത്തിന്റെ കടം നമ്മുടെ മേൽ നിലനിൽക്കുകയില്ല, ശാപമിനി നമ്മുടെ മേൽ നിലനിൽക്കുകയില്ല. അതിൽ യേശു കർത്താവ് ക്യാൻസൽ ചെയ്യുവാനിടയായി. ഹല്ലേലൂയ. രോഗത്തിൻ്റെതായ ആത്മാവിന് ഇനി നമ്മുടെ മേൽ അവകാശം നിൽക്കുവാൻ കഴിയുകയില്ല. യേശു അതിനെ ക്യാൻസൽ ചെയ്യുവാനിടയായി. ഹല്ലേലൂയ. അടിമത്വം, പാപത്തിന്റെ അടിമത്വം ഇനി നമ്മുടെ മേലില്ല, പൈശാചികന്റെ അടിമത്വം ഇനി നമ്മുടെ മേൽ നിലനിൽക്കുകയില്ല. യേശു അതിനെ ക്യാൻസൽ ചെയ്യുവാനിടയായി. ഹല്ലേലൂയ. നമ്മൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ തടസ്സമായ എല്ലാ തടസ്സങ്ങളെയും അവൻ മാറ്റിയിട്ട് ഹല്ലേലൂയ ഈ അവകാശത്തെ നമ്മുടെ തലമുറയിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് അവൻ മടക്കി തന്നിരിക്കുകയാണ്. അവൻ സ്വന്തം കഥാ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിലും വലുത് അവൻ ചെയ്യും. വിശ്വസിക്കുന്നവെങ്കിൽ അവൻ ഈ അവകാശങ്ങള് നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. നമ്മുടെ കടം ക്യാൻസൽ ആയി പോകണമെങ്കിൽ വിശ്വസിക്കുക, അവൻ നമ്മുടെ കടത്തെ ക്യാൻസൽ ചെയ്യുന്നവനാണ്. അടിമത്വത്തിന്റെ ചങ്ങലയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ നാം ആഗ്രഹിക്കുന്നവர்கள் വിശ്വസിക്കുക. അവൻ നമ്മുടെ ചങ്ങലകളെ പൊട്ടിച്ച് നമ്മളെ സ്വന്തമാക്കുവാൻ ശക്തനാണ്. സ്വർഗ്ഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ അവൻ തടസ്സമായി നിൽക്കുന്ന ഏത് അവൻ മണ്ഡലമായിരുന്നാലും അതിനെ തകർക്കുവാൻ ഏത് പാതാള ഗോപുരങ്ങളായിരുന്നാലും
വന്നാലും അതിനെ തകർച്ചുകൊണ്ട് ജയത്തോട് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ അവൻ നമ്മുടെ മേൽ അഭിഷേകം നൽകുകയാണ്. വിശ്വസിച്ചുകൊണ്ട് നാം അതിനെ പ്രാപിച്ചെടുത്തുകൊണ്ട് അതിലേക്ക് ചുവടുകൾ വെക്കുന്നുവെങ്കിൽ അവൻ ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി വെളിപ്പെടുവാനിടയാകും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു ആമേൻ ഹല്ലേലൂയ തന്നിൽ ആയിരുന്നതായ ദൗത്യത്തെ ഈ ഭൂമിയിൽ ചെയ്തെടുക്കുവാനിടയാകുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ദൗത്യം പൂർത്തീകരിച്ച കർത്താവ് പറയുകയാണ്, ഈ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ പകരുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ മേൽ പകരപ്പെട്ട ആത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ പകരും. നിങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കണം എന്ന് പറഞ്ഞു. ആമേൻ ഹല്ലേലൂയ. മർക്കോസിന്റെ മാളികമുറിയിൽ അവർ കാത്തിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആ ജനത്തിന്റെ മേൽ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഭൂമിയിലും യെരൂശലേമിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി അവർ കാത്തിരുന്നു. അവർ കാത്തിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവരെ നിറച്ചു. ഹല്ലേലൂയ. അവിടെ നിന്ന് എഴുന്നേറ്റ് അവൻ ഹല്ലേലൂയ സഞ്ചരിക്കുവാൻ തുടങ്ങി. സഞ്ചരിച്ചവരുടെ മേലൊക്കെ ആത്മാവുണ്ടായിരുന്നു. അവർ പോയ മണ്ഡലങ്ങളിലൊക്കെ ദൈവ പ്രവർത്തികൾ നടന്നു. ഭൂതങ്ങൾ അലറി ഓടി, രോഗികൾ സൗഖ്യമാക്കി. അവർ നോക്കുമ്പോൾ തന്നെ വിടുതൽ പ്രാപിച്ചു. അവരുടെ റൂമാലുകൾ ഹല്ലേലൂയ തട്ടിയിട്ട് അവൻ രോഗികൾ സൗഖ്യമാക്കുവാനിടയായി. അവർ പ്രാർത്ഥിക്കുന്ന വ്യക്തികളൊക്കെ വിടുതൽ പ്രാപിക്കുവാനിടയായെങ്കിൽ എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഈ ആത്മാവിനെ പകർന്നിട്ടുണ്ട്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? വിശ്വാസത്തോടുകൂടി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ, സമർപ്പിക്കപ്പെട്ടു കൊടുത്താൽ ദൈവം കരങ്ങളിലെടുത്ത് നമ്മളെ ശക്തിയോടെ ഉപയോഗിക്കുവാനിടയാകും. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവൻ നമ്മുടെ ഭവനത്തിന്റെ വിടുതലിന് വേണ്ടി, നമ്മുടെ തലമുറകളുടെ വിടുതലിന് വേണ്ടി, നമ്മുടെ ദേശത്തിന്റെ വിടുതലിന് വേണ്ടി അവൻ നമ്മളെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവൻ അഭിഷേകത്തിന്റെ ശക്തിയോട് അവൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി തയ്യാറായി അവൻ സ്റ്റെപ്പുകളെ വെച്ചുകൊണ്ട്, ചുവടുകളെ വെച്ചുകൊണ്ട് അവൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുന്നുവെങ്കിൽ അവൻ ദൈവ പ്രവൃത്തി നമ്മുടെ ദേശത്തിന്റെ ഭവനത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, അവൻ നമ്മുടെ തലമുറകളുടെ അവൻ ദൈവം ചെയ്തെടുക്കുവാനിടയാകും. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. യേശു കർത്താവിന്റെ മേൽ ഒരു ആത്മാവുണ്ടായിരുന്നു. ഈ ആത്മാവ് എങ്ങനെയുള്ള ആത്മാവായിരുന്നു? അത് അവൻ ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിജ്ഞാനത്തിന്റെയും അവൻ ശക്തിയുടെയും ആത്മാവ്. അവൻ യഹോവ ഭക്തിയുടെ ആത്മാവ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ കർത്താവ് പകർന്നിരിക്കുന്നത്. ഭക്തിയോടുകൂടെ അവൻ നമ്മൾ ജീവിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് നമുക്ക് ജ്ഞാനം ഉണ്ടാകും, വിവേകം ഉണ്ടാകും, പരിജ്ഞാനം ഉണ്ടാകും. വെള്ളമുള്ള മേഘങ്ങൾ പോലെ പ്രവൃത്തിയുള്ള വിശ്വാസം നമ്മൾ വെളിപ്പെടുവാനിടയാകും. ആ പ്രവൃത്തി വെളിപ്പെടുമ്പോഴാണ് ദൈവത്തിന്റെ കരം ഹല്ലേലൂയ നമ്മൾ കൂടെ വ്യാപരിക്കാനിടയാകുന്നത്. വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രവൃത്തി നമ്മൾ കൂടെ വെളിപ്പെടുമ്പോൾ ആ പ്രവൃത്തികൾ ഹല്ലേലൂയ ദൈവശക്തിയായി വ്യാപരിക്കും. അതിൽ കൂടെ കർത്താവിന്റെ വിടുതലും വ്യാപരിക്കും. ഹല്ലേലൂയ. മഴമേഘങ്ങൾ കടന്നു പോകുന്ന ഇടങ്ങളിൽ കാറ്റടിക്കുമ്പോൾ മേഘങ്ങൾ തണുത്ത മഴയായി പെയ്തിറങ്ങുന്നത് പോലെ അവൻ അഭിഷേകത്തിന്റെ ശക്തി നമ്മുടെ മേലുണ്ടെങ്കിൽ അത് ഹല്ലേലൂയ ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ഭക്തിയുടെയും ആത്മാവ് നമ്മുടെ മേൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ നാം കടന്നു പോകുന്ന മണ്ഡലങ്ങളിലൊക്കെ ദൈവ പ്രവൃത്തി വ്യാപരിക്കും. നാം പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ദൈവത്തിന്റെ വിടുതൽ അനുഭവിക്കാൻ കഴിയും. ഇന്ന് പകൽക്കാലം അതിനുവേണ്ടി ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഇന്നത്തെ ആധാരത്തിൽ ദൈവസാന്നിധ്യം ശക്തിയോടെ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. യേശു കർത്താവിനെ അഭിഷേകം ചെയ്ത അതേ ആത്മാവിനാൽ അവൻ നമ്മയും അഭിഷേകം ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ആത്മാവ് അവൻ ജയത്തിന്റെ ആത്മാവാണ്. അത് പരാജയത്തിന്റെ ആത്മാവല്ല. അത് വിടുതലിന്റെ ആത്മാവാണ്. അത് ബന്ധനത്തിന്റെ ആത്മാവല്ല. അത് സൗഖ്യത്തിന്റെ ആത്മാവാണ്. രോഗത്തിന്റെ ആത്മാവല്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ സമാധാനത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ തകർച്ചകളെ മാറ്റിക്കളയുന്ന, തകർന്നു കിടക്കുന്ന ഹൃദയങ്ങളെ അവൻ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വ്യാപരിക്കട്ടെ. അത് ഹല്ലേലൂയ അഭിഷേകമായി നമ്മുടെ പുറത്തേക്ക് വരുവാനാകട്ടെ. രോഗങ്ങൾ വിട്ടുമാകട്ടെ, ഭൂതങ്ങൾ വിട്ടുപോകട്ടെ, അവൻ സൗഖ്യമുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ, ചങ്ങലകൾ പൊട്ടട്ടെ, എല്ലാ പാപത്തിന്റെ കടകളും നീങ്ങാകട്ടെ, എല്ലാ അടിമതുകളും തകർന്നുമാകട്ടെ, അവകാശങ്ങൾ മടക്കി ലഭിക്കട്ടെ. ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് കാലുകളെ വെക്കുവാൻ അവൻ സാധ്യമാകട്ടെ.
ഭക്ഷണവും ഭാര്യയുമല്ല, പരിശുദ്ധാത്മാവിന്റെ നീതിയുമല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ സന്തോഷമാണ്. അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ ഇന്ന് മകൻ നമുക്ക് പ്രാപിക്കുവാൻ ദൈവം അവരുടെ അനുഭവത്തെ ഏറ്റെടുക്കുവാനായി ദൈവം നമുക്ക് അവസരം ഒരുക്കിയെങ്കിൽ ആ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്കുള്ള എടുത്തു വയ്ക്കാം. ഹല്ലേലൂയ. എല്ലാ ബന്ധങ്ങളും അങ്ങനെ പൊട്ടിപ്പോകട്ടെ, എല്ലാ ചിന്തകളിലും അങ്ങനെ വഴി മാറട്ടെ. ദൈവരാജ്യത്തിന്റെ യഥാർത്ഥ അനുഭവത്തിലേക്ക്, ആത്മാവിന്റെ അനുഭവത്തിലേക്ക്, ആത്മശക്തിയുടെ അനുഭവത്തിലേക്ക് നമ്മുടെ കാലുകൾ എടുത്തു വച്ചുകൊണ്ട് ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ, ബദ്ധന്മാരെ വിടുമാരുടെ കാഴ്ച കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിക്കുവാൻ അവൻ ദൈവമായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുള്ള അവനെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പുതിയ വിശ്വാസികൾ ഓരോരുത്തരും ഈ അഭിഷേകത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടിരിക്കുകയാണ്. വിശ്വസിക്കുക, വിശ്വാസത്തോട് അവൻ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ സ്റ്റെപ്പുക. അത് നമ്മുടെ മുമ്പിലുള്ള എല്ലാ ബന്ധങ്ങളും വഴുതുമാറും, എല്ലാ കെട്ടുകളും പൊട്ടിപ്പോകും, രോഗങ്ങളാണെങ്കിൽ സൗഖ്യമാകും, അവരെല്ലാ പ്രതികൂലങ്ങളും നീതിമാറും. ദൈവത്തിന്റെ പ്രവൃത്തി അവൻ കൂടെ വെളിപ്പെടുവാനിടയാകും. അവൻ അനാവശ്യമായി